അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1520 സൂറത്തുൽ ഇസ്രാ 101 മുതൽ 104 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ആതൈനാ മൂസാ 9 ആയാതിൻ ബയ്യിനാത് فاسأل بني إسرائيل إذ جاءهم فقال له فرعون إني لأظنك يا موسى مسحورا قال لقد علمت ما أنزل هؤلاء إلا رب السماوات والأرض بصائر وإني لأظنك يا فرعون مثبورا فأراد أن يستفزهم من الأرض فأغرقناه ومن معه جميعا وقلنا من بعده لبني إسرائيل اسكنوا الأرض فإذا جاء وعد الآخرة جئنا بكم لفيفا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ولقد آتينا موسى നിശ്ചയം മൂസാ നബി അലൈഹിസ്സലാമിന് നാം നൽകി 9 ആയാത്തിൻ ബയ്യിനാത്ത് വ്യക്തമായ 9 ദൃഷ്ടാന്തങ്ങൾ. ഫസ്അൽ ബനി ഇസ്രാഈല ഇദ് ജാഅഹും. അതുകൊണ്ട് നബിയെ അങ്ങ് ബനൂ ഇസ്രായേലരോട് ചോദിക്കുക, മൂസാ അലൈഹിസ്സലാം അവരുടെ അടുത്ത് ഈ ദൃഷ്ടാന്തങ്ങളുമായി ചെന്ന സന്ദർഭത്തെ സംബന്ധിച്ച്. ഫഖാല ലഹു ഫിർഔനു. അപ്പോൾ അദ്ദേഹത്തോട് മൂസാ അലൈഹി ഇസ്ലാമിനോട് ഫറോ പറഞ്ഞു, ഇന്നി ലഅളുന്നുക യാ മൂസ മസ്ഹൂറ. നിശ്ചയം നിങ്ങൾക്ക് മാരണം ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന്. ഖാല മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ലഖദ് അലിംത. ഫിർഔനെ നിനക്കറിയുക തന്നെ ചെയ്യും, മാ അൻസല ഹൗലായി ഈ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു തന്നിട്ടില്ല, ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർള് ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അല്ലാഹു അല്ലാതെ. അഥവാ അവൻ തന്നെയാണ് ഇത് അവതരിപ്പിച്ചു തന്നത് എന്ന് നിനക്ക് നന്നായി അറിയാം. ബസായിറ നിന്റെ കണ്ണ് തുറപ്പിക്കാൻ പര്യാപ്തമായ ദൃഷ്ടാന്തങ്ങളായ നിലക്ക് ഇവകളെ അവതരിപ്പിച്ചു തന്നത് അല്ലാഹു തന്നെയാണെന്ന് നിനക്കറിയാം. വഇന്നീ ലഅളുന്നുക യാ ഫിർഔനു മസ്ബൂറ. ഓ ഫിർഔൻ, നീ നാശമടഞ്ഞവനാണെന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിന്നെ സംബന്ധിച്ച്. ഫറാദ. അപ്പോൾ ഫറോവ തീരുമാനിച്ചു, അയ്യസ്തഫിസ്സഹും മിനൽ അർളി. അവരെ അഥവാ മൂസാ അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയും കൂടെയുള്ള വിശ്വാസികളെയും ആ ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് വിരട്ടിയോടിക്കുവാൻ അവൻ തീരുമാനിച്ചു. എന്നാൽ ഫഅഗറഖനാഹു വമൻ മഅഹു ജമീഅ. ഫറോവയെയും അവന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളെയും നാം വെള്ളത്തിൽ മുക്കി കൊന്നുകളഞ്ഞു. വഖുൽനാ മിൻ ബഅദിഹി. അതിനുശേഷം നാം പറയുകയും ചെയ്തു, ലി ബനി ഇസ്രായേൽ ഇസ്രായേലികളോട്, ഉസ്കുനുൽ അർള നിങ്ങൾ ഈജിപ്ത് ഭൂമിയിൽ താമസിക്കുക സമാധാനത്തോടെ. ഫൈദാ ജാഅ വഅദുൽ ആഖിറത്തി പരലോകത്തിന്റെ വാഗ്ദാന സമയമെത്തിയാൽ, ജിഅ്നാ ബികും ലഫീഫ നിങ്ങളെല്ലാവരെയും നാം ഒരുമിച്ചു കൂട്ടി അള്ളാഹു തന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നതാണ് എന്ന് അള്ളാഹു അവരോട് പറയുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞ കുറെ സൂക്തങ്ങളിലായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സത്യത്തിന്റെ എതിരാളികളായ മുശ്രിക്കുകൾ പല പല തെളിവുകളും ചോദിക്കുകയും ആ തെളിവുകളുമായി ബന്ധപ്പെട്ട് അവര് എന്തേ കൊണ്ടുവരാത്തത്, കൊണ്ടുവന്നാൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നല്ലോ, അപ്പൊ തെളിവുകൾ കൊണ്ടുവരാൻ സാധിക്കാത്തത് നിങ്ങൾ പ്രവാചകനല്ലാത്തത് കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ള വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ചതിനെ സംബന്ധിച്ച് അതിനൊരു മറുപടി എന്നോണം കൂടിയാണ് അല്ലാഹു തആല ഈ സൂക്തങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇവിടെ വിശദീകരിക്കുന്നത്. നോക്കൂ, ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, അന്നൽ മഖ്സൂദ മിൻ ഹാദൽ കലാമി അയ്ളൻ അൽ ജവാബു അൻ ഖൗലിഹിം. മക്കത്തെ മുശ്രിക്കിന്റെ വാക്കിന് മറുപടി പറയൽ
ഈ സൂക്തങ്ങളുടെ ഉദ്ദേശത്തിലുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? ലൻ നുഅ്മിന ലക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞല്ലോ, ലൻ നുഅ്മിന ലക, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കില്ല, ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ, ഭൂമിയിൽ നിന്ന് ഉറവ പൊട്ടിയൊലിപ്പിച്ച് കാണിച്ചു തരിക, അല്ലെങ്കിൽ ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ, അല്ലെങ്കിൽ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയും ആ തോട്ടത്തിന്റെ ഇടയിലൂടെ നിങ്ങൾ സമൃദ്ധമായി അരുവികൾ ഒഴുക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ വാദിക്കുന്നത് പോലെ ആകാശത്തിന്റെ കഷ്ണങ്ങൾ ഞങ്ങളുടെ മേലിൽ വീഴ്ത്തി ഞങ്ങളെ നശിപ്പിക്കണം, അല്ലെങ്കിൽ അള്ളാഹു മലക്കുകളും നേരിട്ട് വന്ന് ഞങ്ങളോട് പറയണം, അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഒരു ഭവനം നിങ്ങൾക്കുണ്ടാവുക, അല്ലെങ്കിൽ ആകാശത്തേക്ക് കയറിപ്പോയി ഞങ്ങൾക്ക് വായിക്കാൻ പറ്റും വിധത്തിലുള്ള ഗ്രന്ഥം കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ ഏതെങ്കിലുമൊക്കെ കാണിച്ചു തന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് നേരത്തെ ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സൂറത്തിൽ തന്നെ വിശദീകരിച്ചുവല്ലോ. മക്കത്തെ മുശ്രിക്കിന്റെ വാദമായിട്ട് അവർ പറഞ്ഞതായിട്ട് 90 മുതൽ ഉള്ള സൂക്തങ്ങളിൽ അല്ലാഹു തആല വിശദീകരിച്ചല്ലോ. അപ്പൊ ആ വിശദീകരിച്ചതിന് അവരുടെ ഈ ചോദ്യത്തിനുള്ള അല്ലെങ്കിൽ ഇത്തരം ഒരു ആവശ്യത്തിനുള്ള മറുപടിയാണിത്. എന്തായിരുന്നു അവർ പറഞ്ഞത്? ഇപ്പറഞ്ഞ തെളിവുകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നാലേ വിശ്വസിക്കൂ എന്ന്. അപ്പൊ അള്ളാഹു അതിന് പറയുന്ന മറുപടിയുടെ കോലെന്താ? ഫഖാല തആല, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹു പറയാണ്, ഇന്നാ ആതൈനാ മൂസാ മുഅ്ജിസാത്തിൻ മുസാവിയത്തൻ ലിഹാദിഹിൽ അശ്യാഇ അല്ലതി തലബ്തുമുഹാ ബൽ അഖ്വാ മിൻഹാ വഅളം. നാം മൂസാ അലൈഹിസ്സലാമിന് നിങ്ങൾ ഈ ആവശ്യപ്പെടുന്നത് പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും വലിയതോ ആയിട്ടുള്ള അമാനുഷിക സിദ്ധികൾ നൽകി. ആ അമാനുഷിക സിദ്ധികൾ നൽകിയിട്ട് അവർ വിശ്വാസത്തിലേക്ക് ഫറോവയും അവന്റെ ആളുകളും വന്നില്ലല്ലോ, വന്നില്ല. അപ്പൊ നിങ്ങളും അത് വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി ഒരു സത്യസന്ധമായ ക്ലാരിഫിക്കേഷന് വേണ്ടിയുള്ള ആവശ്യമല്ല അതൊന്നും, മാത്സര്യത്തിനും നിഷേധത്തിനും വേണ്ടിയുള്ള വഴിയൊരുക്കലാണെന്നും മനസ്സിലാക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ തെളിവ് തരാത്തത്. ഫലു ഹസന ഫി ഇൽമിന, നമ്മുടെ അറിവിലുണ്ടായിരുന്നുവെങ്കിൽ അന്ന ജഅലഹ ഫി സമാനിക്കും മസ്ലഹത്തൻ ലഫഅൽനഹ, ഇത്തരം തെളിവുകൾ നിങ്ങളുടെ കാലത്ത് നൽകുന്നത് ഗുണപരമാണ് എന്ന് നമുക്ക് അറിയാമായിരുന്നുവെങ്കിൽ നാം അത് കൊണ്ടുവരുമായിരുന്നു. കമാ ഫഅൽനാ ഫി ഹഖ്ഖി മൂസ, മൂസ അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ നമ്മൾ ചെയ്തതുപോലെ കൊണ്ടുവരുമായിരുന്നു. പക്ഷെ കൊണ്ടുവരാത്തത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സത്യം മനസ്സിലാക്കാനോ ക്ലാരിഫിക്കേഷന് വേണ്ടിയുള്ളതോ ആയിട്ടുള്ളൊരു ചോദ്യമല്ല, ചുമ്മാ മത്സരിക്കാനും ആക്ഷേപിക്കാനും വേണ്ടിയുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനോട് പ്രതികരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതേ തെളിവുകൾ കാണിച്ചു തന്നാൽ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ അല്ലാഹു തആലാന്റെ ഭാഗത്തുനിന്ന് കടുത്ത ശിക്ഷ നിങ്ങൾക്ക് വരും. പണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ ആളുകൾക്ക് വലിയ തെളിവുകൾ കാണിച്ചു കൊടുത്തു. ഫറോവയും എന്റെ ആളുകളും അത് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും തയ്യാറായില്ല. അങ്ങനെ വന്നപ്പോൾ അവരെ ചെങ്കടലിൽ മുക്കി നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതുപോലൊരു വംശനാശത്തിന്റെ സാഹചര്യം നിങ്ങളിൽ വരാതിരിക്കാനാണ് ഇപ്പോൾ ആ തെളിവ് തരാതിരുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവാചകന്മാർക്ക് ഇത്തരത്തിലുള്ള അമാനുഷിക സിദ്ധികൾ കൊടുക്കുക എന്നത് റബ്ബിന് പ്രയാസമുള്ള കാര്യമേ അല്ല. കാരണം ഇതോ ഇതിലും വലുതോ ആയിട്ടുള്ള സംഗതികൾ നേരത്തെ തന്നെ അള്ളാഹു തആല പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു സംഗതിയാണ് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അപ്പൊ ഇവിടെ ആ സൂക്തങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ കാരണം മക്കത്തെ മുശ്രിക്കിന്റെ ചോദ്യത്തിന്റെ മറുപടിയുടെ കൂട്ടത്തിൽ അതിനൊന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് ഈ സൂക്തങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമെന്ന്. ഏതായാലും ഇവിടെ പറയുന്നത് എന്താ? വലഖദ് ആതൈനാ മൂസ 9 ആയാത്തിൻ ബയ്യിനാത്ത്, നിശ്ചയം മൂസ അലൈഹി ഇസ്ലാമിന് നാം വ്യക്തമായ 9 ദൃഷ്ടാന്തങ്ങൾ നൽകി. ദൃഷ്ടാന്തങ്ങൾ വേറെയുണ്ട്, പക്ഷെ ഒരു സ്പെസിഫിക്കായി 9 എണ്ണത്തെ പ്രത്യേകമായി അല്ലാഹു തആല എടുത്തു പറയുകയാണ്. 9 ദൃഷ്ടാന്തങ്ങൾ നാം നൽകി. അതുകൊണ്ട് ഫസ്അൽ ബനി ഇസ്രാഈല, ഇസ്രയേലികളോട് തങ്ങൾ ചോദിക്കൂ നബിയെ, ഇത് ജാഅഹും, മൂസ അലൈഹി ഇസ്ലാം അവരുടെ അടുത്തേക്ക് വന്ന നേരത്തുണ്ടായ സംഭവം ചോദിക്കുക. എന്താ അന്നുണ്ടായത്? മൂസാ നബി തെളിവുകളായിട്ട് വന്നില്ലേ? അമാനുഷിക സിദ്ധികൾ കാണിച്ചു കൊടുത്തില്ലേ? നാട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിക്കാം. ചോദിക്കാറിനാൽ ഇത് അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല. അവരുടെ വേദങ്ങളെ സംബന്ധിച്ച് നബിതങ്ങളുടെ കാലത്തോട് പരിജ്ഞാനമുള്ള യഹൂദികൾക്ക് മുഴുവനും അറിയാം മൂസ അലൈഹി ഇസ്ലാം അങ്ങനെ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ തെളിവുകൾ നേരിട്ട് കണ്ടിട്ട് വിശ്വസിക്കുന്നതിന് പകരം ഇതൊക്കെ ജാലവിദ്യയാണ് എന്ന് പറഞ്ഞ് തെളിവുകൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് ഫറോവയും അവന്റെ ആളുകളും സ്വീകരിച്ചത് എന്നിവർക്കറിയാം. അപ്പൊ അത് അവരെ കൊണ്ട് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല,
മറിച്ചൊരു സാക്ഷ്യം സ്ഥിരീകരിക്കാനുള്ള ചോദ്യമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇവിടെ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മൂസാ നബിക്ക് 9 ദൃഷ്ടാന്തങ്ങൾ നൽകി ഇസ്രായേലികളോട് ആ ദൃഷ്ടാന്തങ്ങളുമായി മൂസാ നബി അലൈഹി സ്വലാം അവരുടെ അടുത്ത് വന്നപ്പോണ്ടായ സംഭവം ചോദിക്കൂ. വന്നപ്പോൾ എന്തുണ്ടായത്? ഫഖാല ലഹു ഫിർഔനു, മൂസാ നബി അലൈഹി സ്വലാമിനോട് ഫറവോ പറഞ്ഞു, ഇന്നി ലഅദുന്നുക യാ മൂസാ മസ്ഹൂറ, നിശ്ചയം മൂസാ നബിയെ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് സിഹിർബാധ ഏറ്റിരിക്കുകയാണ്. രണ്ടർത്ഥം അവിടെ പറയുന്നുണ്ട്. മസ്ഹൂറന, ഒന്ന് സിഹിർബാധ ഏറ്റു, ആരോ നിങ്ങളെ ബുദ്ധിക്ക് തകരാറുണ്ടാക്കാൻ പറ്റുന്ന എന്തൊക്കെയോ ഏടാകൂടങ്ങൾ ഒപ്പിച്ചു വെച്ചതിന്റെ ഫലമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. മറ്റൊന്ന് മസ്ഹൂറാച്ചാൽ നിങ്ങൾ സിഹിർ ചെയ്യുന്ന ആളാണ്, ആളുകൾക്കിടെ മുന്നിൽ അവരുടെ കണ്ണ് കെട്ടാൻ പറ്റും വിധത്തിലുള്ള ചില ചപ്പടാച്ചികൾ കാണിക്കുന്ന രീതി സ്വീകരിച്ച് പ്രവാചകനാണെന്ന് ചുമ്മാ അവകാശവാദവുമായി വന്നതാണ് എന്ന് ഫറോവ മൂസാ അലൈഹി സ്വലാമിനോട് പറഞ്ഞു. അപ്പൊ ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെളിവുകൾ ഹാജരാക്കിയാൽ മക്കത്തെ മുശ്രിക്കും ഇതേ സമീപനം സ്വീകരിക്കും. മുമ്പ് ചില തെളിവുകളുടെ വിഷയത്തിൽ ചന്ദ്രനെ പിളർത്തി കാണിക്കുന്നത് പോലുള്ള തെളിവുകളുടെ വിഷയത്തിൽ അവർ സ്വീകരിച്ചിട്ടുണ്ട്. കൊള്ളാലോ ജാലവിദ്യ എന്നവർ കൊഞ്ഞനം കുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് അമാനുഷിക സിദ്ധികൾ കാണിക്കാനുള്ള ആവശ്യങ്ങളോട് നേരെ ചൊവ്വെ പ്രതികരിക്കാതിരുന്നത് എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. ഇവിടെ 9 ദൃഷ്ടാന്തങ്ങൾ നൽകി എന്നാണ് ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മൂസാ അലൈഹി സ്വലാമിന് അല്ലാഹു തആല നൽകിയ അവിടുത്തെ പ്രത്യേകമായ വടിയും, അതേപോലെ കൈ കക്ഷത്തിലേക്ക് എടുത്ത് പുറത്തുവെച്ചാൽ പ്രകാശിക്കുന്ന അത്ഭുതവും, അതിശക്തമായ ക്ഷാമം കൊണ്ട് അവരെ അല്ലാഹു തആല പരീക്ഷിച്ചതും, ഫലങ്ങളിൽ കൃഷിയിലും മറ്റുമൊക്കെ ഉണ്ടായ ശക്തമായിട്ടുള്ള കുറവ് കൊണ്ട് പരീക്ഷിച്ചതും, ജലപ്രവാഹം തൂഫാൻ ജലപ്രവാഹം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിച്ചതും, വെട്ടുകിളി ശല്യം കൊണ്ട്, ചെള്ള് ശല്യം കൊണ്ട്, തവള ശല്യം കൊണ്ട്, രക്തത്തിന്റെ ശല്യം കൊണ്ട് അവരെ അല്ലാഹു തആല പരീക്ഷിച്ചതുമാണ് ഇവിടെ ഉദ്ദേശം എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നു. വേറെയും തെളിവുകൾ പലതും മൂസാ അലൈഹി സ്വലാമിന് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. തങ്ങളുടെ വടി കൊണ്ട് പാറയിലടിക്കുമ്പോൾ വെള്ളം പ്രത്യക്ഷപ്പെടുന്നതും, അതേപോലെ തന്നെ സമുദ്രത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നതും, അതുപോലെ ആ സമൂഹത്തിൽ നിന്ന് നിഷേധമുണ്ടായപ്പോൾ പർവ്വതത്തെ എടുത്ത് അവർക്ക് മുകളിൽ പിടിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകമായി തണലിട്ട് കൊടുക്കുന്ന രീതി സ്വീകരിച്ചതും അടക്കമുള്ളതൊക്കെ ഈ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഈ സൂക്തങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഈ പ്രത്യേകമായ 9 കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫ്, ആ സൂറത്തുൽ അഅറാഫിന്റെ 107, 108 സൂക്തങ്ങളിലും 130, 133 സൂക്തങ്ങളിലും ഈ 9 ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തുകയാണ്. മൂസാ അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, ഔഹൈനാ ഇലാ മൂസ അൻ അൽഖി അസാക ഫൈദാ ഹിയ തൽഖഫു മാ യഫികൂൻ. മൂസാ അലൈഹി സ്വലാമിന് നാം സന്ദേശം നൽകി, നിങ്ങളുടെ കയ്യിലുള്ള വടി നിലത്തേക്ക് ഇടുക. അപ്പോൾ ആ വടി എന്തായിട്ട് മാറും? പാമ്പായിട്ട് മാറും. അപ്പൊ പാമ്പായിട്ട് മാറിയിട്ട് കൂടെയുള്ളതിനൊക്കെ പിടിച്ചു വിഴുങ്ങുന്ന അവസ്ഥയുണ്ടാകും എന്ന് 107-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഅൽഖാ അസാഹു ഫൈദാ ഹിയ സുഅ്ബാനുൻ മുബീൻ. മൂസാ അലൈഹി സ്വലാമിന്റെ കയ്യിലുള്ള വടി നിലത്തേക്കിട്ടു, അപ്പോൾ അത് വ്യക്തമായൊരു പാമ്പായി മാറി. 108-ാമത്തെ സൂക്തത്തിൽ വനസഅ യദഹു ഫൈദാ ഹിയ ബൈളാഉ ലിന്നാദിരീൻ. മൂസാ അലൈഹി സ്വലാം കയ്യ് കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്തപ്പോൾ അത് നോക്കുന്നവർക്ക് നന്നായി പ്രകാശം പരത്തുന്നതായിട്ട് കാണാനായി. ഇതാണ് 107, 108 സൂക്തങ്ങളിൽ പറഞ്ഞ 2 ദൃഷ്ടാന്തങ്ങൾ. ഇനി 130 പറഞ്ഞിട്ട് അറാഫിന്റെ 130 പറഞ്ഞത് വലഖദ് അഖദ്ന ആല ഫിർഔന ബിസ്സിനീന വനഖസിം മിനസ് സമറാത്തി ലഅല്ലഹും യദ്ദക്കറൂൻ. ഫറോവയുടെ ആളുകളെ നമ്മൾ ക്ഷാമം കൊണ്ടും അതേപോലെ തന്നെ പഴങ്ങളിലുള്ള കുറവ് കൊണ്ടും പരീക്ഷിച്ചു. 2 ദൃഷ്ടാന്തങ്ങൾ അതാണ്. അപ്പൊ രണ്ടും 4. ഇനി 133 അല്ലാഹു പറഞ്ഞു ഫർസൽന അലൈഹിമു തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ലഫാദിഅ വദ്ദമ ആയാത്തിൻ മുഫസ്സലാത്തിൻ ഫസ്തക്ബറു വകാനു ഖൗമൻ മുജ്രിമീൻ. 133 5 ദൃഷ്ടാന്തങ്ങളും പറഞ്ഞു. അതായത് തൂഫാൻ ജലപ്രളയം, അതേപോലെ തന്നെ വെട്ടുകിളി ശല്യം, പേൻ ശല്യം, തവള ശല്യം, രക്തം കൊണ്ടുള്ള ശല്യം. ഈ 9 ദൃഷ്ടാന്തങ്ങൾ നല്ല ശക്തമായിട്ടുള്ള തെളിവുകൾ മൂസാ അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്തു. അത് ഫറോവയുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ പക്ഷേ ഫിർഔൻ പറഞ്ഞത് എന്താണ്? ഇന്നി ലഅദുന്നുക യാ മൂസാ മസ്ഹൂറ. മൂസാ നബിയെ, നിങ്ങൾക്ക് സിഹ്ർ ബാധയേറ്റിരിക്കുകയാണ്, മാരണം ബാധിച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന്. എന്നാൽ അതിന് മറുപടിയായിട്ട് മൂസാ അലൈഹി സ്വലാം പറഞ്ഞതാണ് 102-ാമത്തെ സൂക്തത്തിൽ ഖാല
മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ലഖദ് അലിംത മാ അൻസല ഹഉലാഇ ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർള്. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് ആകാശഭൂമികളുടെ നാഥനായ അള്ളാഹു മാത്രമാണ് എന്ന് നിനക്ക് നന്നായി അറിയാം. ബസായിറ, വ്യക്തമായ തെളിവുകളായിട്ട് തന്നെയാണ് അള്ളാഹു ഇതെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നിനക്കറിയാം. പക്ഷെ എന്നിട്ടും നീ വിശ്വസിക്കാത്തതെന്താ? ഇന്നീല അളുന്നുക്ക, നിശ്ചയം നിന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് യാ ഫിർഔനോ, ഫറോവയെ മസ്ബൂറ, നീ നാശമടഞ്ഞവനാണ് എന്നാണ്. നശിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് സത്യത്തോട് ഇவ்விதം പല്ലിളിച്ച് കാണിക്കുന്നത് എന്ന് മൂസാ അലൈഹിസ്സലാം എടുത്തടിച്ചതുപോലെ അവരോട് മറുപടി പറഞ്ഞു. അപ്പൊ മൂസാ അലൈഹിസ്സലാമിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാത്ത വിധം ഇലിബ്യനായ ഫറോവ പിന്നീട് എന്താണ് ചെയ്യുന്നത്? ഫാറാദ, അപ്പോൾ ഫിർഔൻ തീരുമാനിച്ചു യസ്തഫിസ്സഹും മിനൽ അർളി, ഈജിപ്ത് ഭൂമിയിൽ നിന്ന് അവരെ വിരട്ടി ഓടിക്കുവാൻ ഫിർഔൻ തീരുമാനിച്ചു. എന്നാൽ ആ തീരുമാനം നടപ്പാക്കാൻ അവന് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഫഅഗ്റഖനാഹു വമൻ മഅഹു ജമീഅ, ഫറോവയെയും അവന്റെ കൂടെയുള്ളവരെയും എല്ലാം നമ്മൾ ചെങ്കടലിൽ മുക്കിക്കൊന്നു. അപ്പൊ സത്യവിശ്വാസത്തിന് ആവശ്യമായിട്ടുള്ള രേഖകളും തെളിവുകളും കൊടുത്തിട്ട് അത് അംഗീകരിക്കുന്നതിന് പകരം മൂസാ അലൈഹിസ്സലാമിന് സിഹിർബാധ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്ക് ഉരുളക്കുപ്പേര് പോലെ മൂസാ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഇത് നിന്റെ നാശത്തിലേ കലാശിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് സിഹിർബാധ ഏറ്റതൊന്നുമല്ല. പക്ഷെ എന്നിട്ടും അത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും തയ്യാറാകുന്നതിന് പകരം സത്യത്തിന് നേരെ കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് അവരുടെ ആ ഫറോവയും അവന്റെ ആളുകളും സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ? തുടർന്ന് അല്ലാഹു പറഞ്ഞതാണ്, വഖുൽനാ മിൻ ബഅദിഹി, അതിനുശേഷം ഫറോവയും അവന്റെ ആളുകളെയും ഒക്കെ ചെങ്കടലിൽ മുക്കി കൊന്നതിന് ശേഷം നാം അവരോട് പറഞ്ഞു, അല്ലി ബനി ഇസ്രായേലികളോട് നമ്മൾ പറഞ്ഞു, ഉസ്കുനുൽ അർള, നിങ്ങൾ ആ ഈജിപ്ത് ഭൂമിയിൽ സമാധാനത്തോടുകൂടെ താമസിക്കുക എന്ന്. ആണോ? പിന്നെ അപ്പൊ ഫറോവയെയും മൂസാ അലൈഹി ഇസ്ലാമിനെയും ഇസ്രായേലികളെയും ഈജിപ്തിൽ നിന്ന് ആട്ടിയോടിക്കാൻ തീരുമാനിച്ച ഫറോവക്ക് പക്ഷേ ആ വിഷയത്തിന്റെ ആന്റി ക്ലൈമാക്സ് കടുത്ത അപകടമാണ് വരുത്തിവെച്ചത് എന്ന് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നർത്ഥം. നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറയാം, വഖുൽനാ മിൻ ബഅദിഹി, മൂസാ അലൈഹി ഇസ്ലാം ഈ സംഭവത്തിന് ശേഷം ഫറോവയെ മുക്കിക്കൊന്നതിന് ശേഷം നാം പറഞ്ഞു, ലി ബനി ഇസ്രായേല, ഇസ്രായേലികളോട് ഉസ്കുനുൽ അർള, നിങ്ങൾ ആ ഈജിപ്ത് ഭൂമിയിൽ സമാധാനചിത്തരായി താമസിച്ചുകൊള്ളുക. ഫൈദാ ജാഅ വഅദുൽ ആഖിറത്തി, പരലോകത്തിന്റെ വാഗ്ദാനം അഥവാ പരലോകം ഇന്ന സമയത്ത് നടക്കും, അന്ത്യനാൾ എപ്പോൾ ഉണ്ടാകുമെന്ന വാഗ്ദാന സമയം വന്നാൽ ജിഅ്നാ ബിക്കും ലഫീഫ, നിങ്ങളെ മുഴുവനും നാം എന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നതാണ്, വിചാരണ ചെയ്യാൻ വേണ്ടി ഹാജരാക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. നോക്കൂ, ബഹുമാനപ്പെട്ട മൂസാ അലൈഹി ഇസ്ലാമിനെയും ഇസ്രായേലികളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഫറോവക്കും അവന്റെ ആളുകൾക്കും അല്ലാഹു തആല കൊടുത്ത തിരിച്ചടി, ആ തിരിച്ചടികൾ അവർ കണ്ടും കേട്ടും മനസ്സിലാക്കി ഈജിപ്തിൽ തന്നെ സ്വസ്ഥമായി താമസിക്കാൻ, നേരത്തെ ഖിബ്തികളുടെ അടിമപ്പണിയെടുത്ത് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈജിപ്ത് ഇവരുടെ സ്വന്തം നാടാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് അല്ലാഹു തആല അവർക്ക് ഉയർച്ച കൊടുത്ത് അവരെ അല്ലാഹു ആദരിച്ചു. പക്ഷെ ഈ ആദരവും ബഹുമാനവും ഒക്കെ ലഭിക്കുമ്പോൾ അല്ലാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള നിർബന്ധ ബുദ്ധി കാണിക്കണമെന്നും, കാരണം ഈ ജീവിതം ശാശ്വതമല്ല, ഇവിടുന്ന് ഒരു അവസാനിപ്പിച്ച് മരിച്ച് പിന്നീട് പുനർജന്മം എന്നൊരു സംഗതി നടക്കാനുണ്ട്, അന്ന് നിങ്ങൾ എല്ലാവരും വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടാൻ വേണ്ടി എന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടും. അതുകൊണ്ട് തന്നെ നല്ല ഉത്തരവാദിത്ത ബോധത്തോടുകൂടെയും കാര്യഗൗരവത്തോടുകൂടെയും തന്നെയാണ് നിങ്ങൾ ഈ പ്രവർത്തനങ്ങളെ കാണേണ്ടത് എന്ന് അല്ലാഹു തആല അവർക്ക് നിർദ്ദേശം നൽകിയെന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഈ സംഭവം പറയുന്നിടത്ത് മക്കത്തെ മുശ്രിക്കിനുള്ള ഒരു മറുപടി കൂടിയുണ്ട്. എന്താണ്? മൂസാ അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും ഈജിപ്തിൽ നിന്ന് ആട്ടിയോടിക്കാൻ ശ്രമിച്ച ഫറോവക്ക് അതിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല, അവൻ സ്വയം നിഷ്കാസിതനായി എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സത്യവിശ്വാസികളെയും മക്കയുടെ മണ്ണിൽ നിന്ന് എക്കാലത്തേക്കുമായി പടിയടച്ച് പിണ്ടം വെക്കാൻ ശ്രമിച്ച ആളുകൾക്ക് കടുത്ത തിരിച്ചടി ഉണ്ടാവുകയും മക്കം ഫത്ഹിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർദ്ധിത വീര്യത്തോടെയും അതിശക്തമായിട്ടുള്ള സന്തോഷത്തോടെയും മക്കയിലേക്ക് തിരിച്ചുവരാനുള്ള അവസരം അല്ലാഹു തആല നൽകി എന്നത്
ഈ വിഷയത്തിലേക്കുള്ള തങ്ങൾക്ക് പിന്നീട് നടക്കാൻ പോകുന്ന ഒരു സന്തോഷത്തിലേക്കുള്ള സൂചന കൂടിയുണ്ട്. അള്ളാഹു സത്യത്തെ എന്നും നിലനിർത്തും വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചുരുക്കം. അള്ളാഹു നമ്മളെ അവന്റെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.